പ്രതിപക്ഷം, പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി അതിശക്തമായ വിമർശനങ്ങളാണ് വിദേശകാര്യമന്ത്രിക്കെതിരെയും പ്രധാനമന്ത്രിക്കെതിരെയും ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ജെ എന്ന രൂപത്തിൽ ജയശങ്കറിനെയാണ് എയിം ചെയ്യുന്നത്. വിദേശകാര്യമന്ത്രി ജയശങ്കറിന്റെ ഒരു കഴിവില്ലായ്മ, പിടിപ്പുകേട് അല്ലെങ്കിൽ നോട്ടപ്പിശക എന്ന രീതിയിൽ വിമർശനമാണ്. ജെയുടെ വിശദീകരണം ഒന്നും പറയുന്നില്ല. പത്രലേഖകരും നിരീക്ഷകരും ഗുണിച്ച് ഹരിച്ചൊക്കെ എടുക്കുന്നത് ജെ ഫോർ ജോക്കർ. അപ്പം ജോക്കർ ജയശങ്കർ എന്നാണോ, അതോ ജൂട്ട ജയശങ്കർ എന്നാണോ, കള്ളം പറയുന്ന അല്ലെങ്കിൽ തീരെ പുഷോവറായ ജയശങ്കർ എന്നാണോ? അപ്പൊ അങ്ങനെയൊക്കെ ഒരു വിദേശകാര്യമന്ത്രിയെ വ്യംഗ്യമായി വിശേഷിപ്പിക്കുന്നത് ഈ ഒരു ഘട്ടത്തിൽ നമുക്കത്ര യോജിച്ചതാണോ? അതുപോലെ ഇന്ത്യയുടെ വിദേശ നയം മാറിയോ എന്നൊരു ചോദ്യമാണ്. ഇതൊക്കെ വലിയ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നതാണ്. വിദേശ നയത്തിന് യാതൊരു മാറ്റവും ഉണ്ടായതായി ഗവൺമെന്റ് പറയുന്നില്ല. പക്ഷെ ഒരു റിന്യൂഡ് വിഗറിൽ വിദേശ നയം മുന്നോട്ട് പോകുന്നു. നമ്മൾ സ്ട്രിക്ട്ലി ബൈലാറ്ററൽ പാകിസ്ഥാനുമായി ഇടപാടിൽ കൃത്യമായി ബൈലാറ്ററൽ പാകിസ്ഥാന്റെ DGMO ഇന്ത്യൻ DGMOയെ വിവരം അറിയിക്കുകയും അങ്ങനെ അവർ തമ്മിലൊരു ധാരണയാവുകയും ചെയ്തു എന്നതാണ് ഇന്ത്യയുടെ ഒഫീഷ്യൽ പൊസിഷൻ. അവിടെ ട്രംപിന്റെ ഇടപെടൽ ഉണ്ടായോ, അല്ലെങ്കിൽ ഏത് രൂപത്തിലാണ് ട്രംപിന്റെ പേര് ഇതിനകത്ത് വലിച്ചിരിക്കുന്നത്, ഏത് സാഹചര്യത്തിലാണ് വെടിനിർത്തൽ കരാർ ട്രംപ് ഇന്ത്യ അനൗൺസ് ചെയ്യുന്നതിന് മുൻപ് തന്നെ അമേരിക്കൻ പ്രസിഡന്റ് അനൗൺസ് ചെയ്യേണ്ടി വന്നത്? രാഹുൽ ഗാന്ധി ജയശങ്കറിനോട് ഉയർത്തുന്ന 3 ചോദ്യങ്ങളിൽ ഒന്ന്. രണ്ടാമത്തെ ഒരു ചോദ്യം എന്ന് പറയുന്നത്, എന്തുകൊണ്ടാണ് ലോകരാജ്യങ്ങൾ ഇന്ത്യക്ക് പിന്തുണയുമായി ധാരധാരയായി ക്യൂ നിൽക്കാത്തത്? എന്തുകൊണ്ടാണ് ഈ പറയുന്ന ഒരു പിന്തുണ ഇന്ത്യക്ക് കിട്ടാത്തത്? അത് വസ്തുതാപരമായി ശരിയാണോ എന്നറിയില്ല. ഒരു രാജ്യത്തിന്റെയും സൈനിക പിന്തുണ ഇന്ത്യ ആവശ്യപ്പെട്ടില്ല. പഹൽഗാം ഭീകരാക്രമണത്തെ മിക്ക ലോകരാജ്യങ്ങളും, പ്രമുഖ അമേരിക്കൻ, യൂറോപ്യൻ, ജപ്പാൻ, ഓസ്ട്രേലിയ, കാനഡ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ കർശനമായി വിമർശിച്ചതുമാണ്. അതുകൊണ്ട് പിന്തുണ എന്ന് പറയുന്നതിന്റെ അർത്ഥവ്യാപ്തിയെക്കുറിച്ച് രാഹുൽ ഗാന്ധി ഉദ്ദേശിക്കുന്ന പിന്തുണ എന്താണ് എന്ന് പലപ്പോഴും മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. ഇന്ത്യക്ക് വേണ്ട പിന്തുണ ലഭിക്കുന്നു എന്ന് തന്നെയാണ് ഇന്ത്യയുടെ ഗവൺമെന്റിന്റെ ഒരു നിഗമനം. അല്ലാതെ മിലിറ്ററി സപ്പോർട്ട് ഇന്ത്യ ആവശ്യപ്പെട്ടില്ല, അത് ആഗ്രഹിക്കുന്നില്ല, അതൊരിക്കലും സംഭവിക്കുകയുമില്ല. അതുപോലെ തന്നെ എങ്ങനെയാണ് അമേരിക്ക ഉൾപ്പെടെയുള്ള ലോകരാജ്യങ്ങൾ ഇപ്പോൾ വീണ്ടും പാകിസ്ഥാനും ഇന്ത്യയും ബ്രാക്കറ്റ് ചെയ്യുന്ന ഒരു സമീപനം? മുൻകാലങ്ങളിൽ അങ്ങനെയായിരുന്നു. പ്രത്യേകിച്ച് ക്ലിന്റന്റെ സമയം വരെ പാകിസ്ഥാനിലേക്ക് ഒരു അമേരിക്കൻ വിസിറ്റ് ഉണ്ടായാൽ, അമേരിക്കൻ പ്രസിഡന്റ് വിസിറ്റ് ചെയ്താൽ ഇന്ത്യയും സന്ദർശിച്ചിരിക്കും. അല്ലെങ്കിൽ ഡൽഹിയാണ് കേന്ദ്രം എങ്കിൽ ഇസ്ലാമാബാദും കൂടെ സന്ദർശിച്ചിട്ടാണ് അമേരിക്കൻ പ്രസിഡന്റ് പോകുന്നത്. അപ്പൊ ബ്രാക്കറ്റഡ് ഇന്ത്യ പാകിസ്ഥാൻ ഒരു നയം, അതിൽ നിന്ന് മാറി ഇന്ത്യയും പാകിസ്ഥാനെയും വെവ്വേറെ കാണുന്ന, മെറിറ്റ് ഓഫ് ദ ഇഷ്യൂ അനുസരിച്ച് കാണുന്ന അമേരിക്കൻ നയം മാറിയോ എന്ന ഒരു ചോദ്യവും, എന്തുകൊണ്ടാണ് വേൾഡ് നേഷൻസ്, അമേരിക്ക ഉൾപ്പെടെയുള്ള വേൾഡ് നേഷൻസ് ഇന്ത്യ പാകിസ്ഥാനെ ബ്രാക്കറ്റ് ചെയ്ത് കാണുന്നത് എന്നും രാഹുൽ ഗാന്ധി ചോദിക്കുന്നു. അസുഖകരമായ ചോദ്യങ്ങളാണ്. അതിന് ഉത്തരങ്ങൾ പ്രത്യേകിച്ച് ജയശങ്കറിന് പറയാൻ സാധിക്കും. പക്ഷേ ഈ സമയത്ത് ഒരു വാദപ്രതിവാദത്തിലേക്ക് പോകുന്നത് പാകിസ്ഥാൻ ഉപയോഗിക്കും. ഇന്ത്യയിൽ ഇങ്ങനെ നടക്കുന്ന വാദങ്ങളും പ്രതിവാദങ്ങളും, ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിൽ നടക്കുന്ന വാദപ്രതിവാദങ്ങൾ പാകിസ്ഥാന്റെ ടീമിനെ വലിയ മുതൽക്കൂട്ടാക്കും. കാരണം അവർ ആദ്യം പിടിച്ച് ലോകരാജ്യങ്ങളെ കൺവിൻസ് ചെയ്യാൻ നോക്കും. ലുക്ക്, ഇന്ത്യക്കുള്ളിൽ തന്നെ ഒരു കൺസെൻസസ് ഇല്ല ഇക്കാര്യത്തിൽ. പിന്നെ എങ്ങനെയാണ് പാകിസ്ഥാന്റെ ഭീകരവാദികളാണ് ഇന്ത്യയെ ആക്രമിച്ചതെന്ന് പറയുക? അവിടെ ഇന്ത്യയിലെ മുഖ്യ പ്രതിപക്ഷ കക്ഷിക്ക് തന്നെ അതിൽ സംശയമുണ്ടെങ്കിൽ. പക്ഷേ കോൺഗ്രസ് പാർട്ടി വളരെ റെസ്പോൺസിബിൾ നിലപാടാണ് എടുത്തതെന്ന് ഓർക്കണം. പൂർണ്ണ പിന്തുണ ഗവൺമെന്റിനും സൈന്യത്തിനും ഓപ്പറേഷൻ സിന്ധൂറിന് അർപ്പിച്ചതിന് ശേഷമാണ് ചോദ്യം ചോദിക്കുന്നത്. ഇത് വളരെ ബുദ്ധിമുട്ടുള്ള, ഇത് വിശകലനം ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ചോദ്യം ചോദിക്കാതെ ഇരിക്കുന്നതാണോ പ്രതിപക്ഷത്തിന് ധർമ്മം? അതോ ചോദിക്കേണ്ട ചോദ്യങ്ങൾ കൃത്യമായി ചോദിക്കുക എന്നതാണോ? അതോ ചോദിക്കേണ്ട ചോദ്യങ്ങൾ കൃത്യമാണ്, ചോദിക്കേണ്ട ആളുകളാണ്, പ്രതിപക്ഷ നേതാവ് തന്നെയാണ് ചോദിക്കുന്നത്. പക്ഷെ അതിനൊരു സമയവും നേരവും കാലവും ഒക്കെ വേണ്ടേ? അതിൻ്റെ പേരല്ലേ ഔചിത്യ ബോധം. ഇതെല്ലാം നോക്കിക്കൊണ്ട് വേണം ചോദ്യങ്ങൾ ചോദിക്കാൻ. അതുകൊണ്ട് ഇന്ത്യ ഒരു ഡിവൈഡഡ് ഹൗസ് ആണ്. ഇവിടെ തന്നെ ആഭ്യന്തരമായി ഐക്യമില്ല എന്ന പ്രതീതി ജനിച്ചാൽ തരൂറും കൂട്ടരും അല്ലെങ്കിൽ മറ്റ് ടീമംഗങ്ങൾ വിദേശത്ത് പോകുമ്പോൾ അവർക്ക് കിട്ടുന്ന സ്വീകരണത്തിലും ഇതിൻ്റെ അലയൊലികൾ പ്രതിഫലിക്കും എന്നത് ഉറപ്പാണ്. അതുകൊണ്ട് എക്കാലത്തെയും പ്രധാനപ്പെട്ട ഇന്ത്യയുടെ ഡിപ്ലോമാറ്റിക് മെനൂവർ, മുൻകാലങ്ങളിൽ കാശ്മീർ വിഷയമൊക്കെ സംസാരിക്കാൻ ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യ പ്രതിനിധി അയച്ചു, വാജ്പേയി അയച്ചതൊക്കെ നമുക്കറിയാം. അത് മാത്രമല്ല സർവകക്ഷി സംഘത്തെയും അയച്ചിട്ടുണ്ട്. പക്ഷെ അതിനേക്കാൾ വലിയ സ്കെയിലിലാണ് ഇപ്പോഴത്തെ നയതന്ത്ര നീക്കം. ഗവൺമെന്റിന്റെ മാത്രം നീക്കമല്ല, ദ കൺട്രി കോൾഡ് ഇന്ത്യ സ്പീക്കിംഗ്, അതായത് ഇന്ത്യയുടെ പാർലമെന്റിലെ ഭരണ പ്രതിപക്ഷ ഭേദമന്യേ സെലക്റ്റഡ് ആയ ആളുകൾ ഇന്ത്യൻ ജനതയെ പ്രതിനിധീകരിച്ച്
സംസാരിക്കുന്നു വിദേശ രാജ്യങ്ങളുമായി. അത് പ്രത്യേകതയുള്ള ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് ശരിയായ ഭാരതം ആഗ്രഹിക്കുന്ന, പ്രതീക്ഷിക്കുന്ന ഒരു ഔട്ട്കം ഉണ്ടാകണമെങ്കിൽ ആഭ്യന്തരമായി നമ്മൾ ഒന്നാണ് എന്ന പ്രതീതി ജനിപ്പിക്കണം. തൽക്കാലത്തേക്കെങ്കിലും ഈ നയതന്ത്ര ദൗത്യത്തിൻ്റെ ഫലം അനുകൂലമാകണമെങ്കിൽ അത് മാത്രമേ ഉള്ളൂ വഴി എന്നാണ് എൻ്റെ ചിന്ത.